Hi friends, this is Dr. Anugraha here, and today's topic is hypersensitivity reactions. Okay, so this comes under your microbiology and pathology. Hypersensitivity reaction, നമുക്കൊരു classification ഉണ്ട്. We have type 1 hypersensitivity reactions, type 2, type 3, type 4. Okay, actually type 5 ഉണ്ട്, but not that important. We'll just learn about 4 types of hypersensitivity reactions. Gell and Coombs classification എന്നാണ് നമ്മൾ പറയേണ്ട classification. Okay, അപ്പോൾ let's start with type 1 hypersensitivity reaction. അപ്പോൾ ഇതിനെ see, there are a lot of informations under each. Okay, നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് വാട്ട് യു ഷുഡ് നോ ഇതിൻ്റെ അവസാനമാകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ക്യാച്ച് വേർഡ്സ്. ഓക്കെ, അത് ആ MCQ ആ പാരഗ്രാഫിൽ ഉണ്ടെങ്കിൽ ഇറ്റ് മേക്സ് ഇറ്റ് ഈസി ഫോർ യു ടു ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് റിയാക്ഷൻ. അത് ഞാൻ അവസാനം പറഞ്ഞുതരാം. ബട്ട് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ലേണിംഗ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റെഡ് ഓഫ് മഗിങ് അപ്പ്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. അതിനെ നമ്മൾ ഒരു ഇമ്മീഡിയറ്റ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ടായിരിക്കും, ആസ് എ നെയിം സേസ്, അവർക്ക് റിയാക്ഷൻ ബോഡിയിൽ കാണുക. ഇപ്പം ഈ ടൈപ്പ് 1നെ നമ്മൾ അറ്റോപ്പി, ഓക്കെ, അറ്റോപ്പി എന്ന് വെച്ചാൽ അലർജി. ബേസിക്കലി മോസ്റ്റ് ഓഫ് ദി അലർജീസ് ഫോൾ അണ്ടർ ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. അപ്പം സിവിയർ ലൈഫ് ത്രെറ്റനിങ് അലർജിക് റിയാക്ഷനെയാണ് നമ്മൾ അനാഫിലാക്സിസ് എന്ന് പറയാം. ഓക്കെ, നൗ ഇഫ് സംബഡി ആസ്ക് യു ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റീന് നമ്മൾ HS എന്ന് പറയാം. ഓക്കെ, എപ്പോഴും ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു തരുമ്പോൾ അത്രയും സെക്കൻഡ്സ് പോകണം, നമ്മുടെ ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ HS എന്ന് പറയാം. ടൈപ്പ് 1 HS മെക്കാനിസം എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് IgE മീഡിയേറ്റഡ്. IG എന്താ? ഇറ്റ് ഈസ് ആൻ ആൻറ്റിബോഡി. നമ്മുടെ ബോഡിയിൽ വി ഹാവ് ലോട്ട് ഓഫ് ആൻറ്റിബോഡീസ്, റൈറ്റ്? ആൻറ്റിബോഡി A, IgA, IgA, IgG, IgM, IgD, IgE. Okay, so these are the immunoglobulins produced in the body or antibodies produced in the body. About type 1, it is IgE mediated. I'll tell you what that means. Okay, see, if let us say our Ramu eats peanuts, or Ramu he went for outing, okay, or garden chenu, and he came in, he respired pollen grains. Okay, allengil aa garden vechu or insect ayale sting chedu, he got an insect bite or insect sting, dust. appo ingane ഉണ്ടാവുന്ന ആൾക്കാരിൽ ചില ആൾക്കാരിൽ, എല്ലാ ആൾക്കാരിലും ഇത്രയും റിയാക്ഷൻസ് വരണമെന്നില്ല. ചില ആൾക്കാരിൽ ദീസ് അലർജൻസ്, ഫോർ എക്സാമ്പിൾ പീനട്ടിൻ്റെ എക്സാമ്പിൾ എടുക്കാം. വൺസ് ഇറ്റ് എൻറ്റേഴ്സ് ദ ബോഡി, ഓക്കെ, the body will produce immunoglobulins against it. Okay, what immunoglobulins? IgE, that is an antibody. So the body will produce IgE against those allergens. Okay, അപ്പോൾ ഈ IG എന്താ ചെയ്യുന്ന അറിയാം. സോ ഫസ്റ്റ് എക്സ്പോഷറിൻ്റെ കാര്യം പറയുന്നത്. 1 second, I'll take a new page. See, it's simple only. Okay, so first time Ramu came in contact with an allergen, അത് pollen ആവാം അല്ലെങ്കിൽ ഒരു peanut ആവാം. So here Ramu's body, okay, will produce IgE. This is an antibody. Okay, ഈ IgE എന്ത് ചെയ്യുന്ന അറിയടാ, it will go and bind with something called as mast cells in the body. നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സെൽസ്, പലതരത്തിലുള്ള ഇമ്മ്യൂൺ സെൽസ് ഉണ്ട്. ഇമ്മ്യൂൺ സെൽസ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻസിനെ ഫൈറ്റ് ചെയ്യുന്നതാണ് ഇമ്മ്യൂൺ സെൽസ്. അപ്പോൾ അതിലൊന്നാണ് മാസ്റ്റ് സെൽസ്. അപ്പോൾ ഈ IgE, ഒരു പോളൻ ഒരാളുടെ ബോഡിയിൽ ചെന്നാൽ IgE ആൻറ്റിബോഡീസ് അയാളുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും ഫസ്റ്റ് എക്സ്പോഷറിൽ. ഈ IgE ആൻറ്റിബോഡീസ് അയാളുടെ ബോഡിയിലുള്ള അയാളുടെ ബോഡിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമ്മ്യൂൺ സെൽസ് ആണ് മാസ്റ്റ് സെൽസ് എന്ന് പറയാം. ഈ മാസ്റ്റ് സെൽസിൽ ചെന്നിരിക്കും, ഈ ആൻറ്റിബോഡീസ് മാസ്റ്റ് സെൽസിൽ ചെന്നിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം എന്തിനാണ് അങ്ങനെ ഇരിക്കുന്നതെന്ന്. ഇപ്പോൾ ഫസ്റ്റ് എക്സ്പോഷർ കഴിഞ്ഞു, ആൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു തുമ്മൽ വല്ല ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ടൈം പിന്നെ രാമു ചെല്ലുകയാണ് ഏത് ഒരു ഗാർഡനിൽ. ഓക്കെ, അവിടെ പിന്നെയും ആ സെയിം പോളൻസ് ഉണ്ട്. ഓക്കെ, സോ പോളൻസ് അതൊരു അലർജനാണ്. ചില ആൾക്കാർക്ക് പോളൻസ് പറ്റത്തില്ല, അല്ലെങ്കിൽ ഡസ്റ്റ് പറ്റത്തില്ല. അപ്പം ഞാൻ ഈ കളറിൽ വരച്ചിരിക്കുന്നതാണ് പോളൻസ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക, ഈ പോളൻസ് അല്ലെങ്കിൽ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് രാമുവിൻ്റെ ബോഡിയിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഇതൊരു അലർജൻ ആണ്. ഓക്കെ, ഈ അലർജൻസ് വാട്ട് ദേ ഡു നോ,
they will go, the allergens, they like antibodies. Okay, because antibodies are handsome or beautiful, whatever. So allergens are attracted towards the antibodies. These allergens in the body, in the Ramu's body, the second exposure time, they will go and bind to the what? Antibodies. Namada IgE antibodies bind cheyum. Okay, the moment it does that, namada immune cells mast cell, okay, mast cells വിചാരിച്ചേക്കുന്നത് ഈ അലർജൻസ് അല്ലെങ്കിൽ പോളൻസ് whatever, okay, അതെന്തോ ഭയങ്കര ഹാംഫുൾ ഫോറിൻ ബോഡി ആണെന്നാണ്. Okay, so immune cells in the thought എങ്ങനെയാ പോകുന്നതെന്ന് വെച്ചാൽ okay, I should destroy it, I should destroy the foreign body. But what will immune cells do? What will the mast cells do? They will burst in an attempt to kill this allergen. Okay, so mast cells will burst. അപ്പോൾ mast cells ന്റെ അകത്ത് കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, ഈ mast cells burst ചെയ്യുമ്പം it releases substances called as histamine. What is it? Histamine. Okay, see, ഈ histamine normally, I'm telling you, let us say actually ഒരു foreign body ഒരാളുടെ ബോഡിയിൽ ചെന്നു. I'm not saying about simple dust അല്ലെങ്കിൽ simple pollen പറ്റിയല്ല. ആക്ച്വലി ഒരു ഇൻഫെക്ഷൻ, ഒരു ആൻറ്റിജൻ ഒരാളുടെ ബോഡിയിൽ ചെന്നാൽ ഓക്കെ, ഇതേപോലെ തന്നെ മാസ്റ്റ് സെൽസ് ബേസ്റ്റ് ആവും, ഹിസ്റ്റമിൻ റിലീസ് ആവും ഇൻ ആൻ അറ്റംപ്റ്റ് ടു കിൽ ദാറ്റ് ആൻറ്റിജൻ. ഓക്കെ, അപ്പം ഞാനിപ്പോൾ നോർമൽ സിനേറിയോ പറയുന്നത്, ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഞാൻ പറയാം. നോർമലി മാസൽസ് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും മാസൽസ് ബേസ്റ്റ് ആകുമ്പോഴത്തേക്കും ഹിസ്റ്റമിൻ റിലീസ് ചെയ്യും. അപ്പോൾ ഹിസ്റ്റമിൻ റിലീസ് ആകുമ്പം ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ നമ്മുടെ ബോഡിയിൽ എന്താണെന്നറിയോ? ഒന്ന് വേസോ ഡൈലറ്റേഷൻ ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ലെറ്റ് us say ഇതൊരാളുടെ സ്കിന്നാന്ന് വെച്ചോ. ഓക്കെ, ഇത് കൈയാണ് ഒരാളുടെ സ്കിന്നാണ്. അപ്പോൾ സ്കിന്നിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ട്, സ്കിന്നിലൊരു എന്തെങ്കിലും ഒരു അൾസറോ ഇൻഫെക്ഷനോ എന്തോ ആയി എന്ന് വെച്ചോളൂ. ആ സമയത്ത് ഓക്കെ നമ്മുടെ ബോഡിയിൽ സെയിം തിങ് ഹാപ്പൻസ്. ഓക്കെ, ഇമ്മ്യൂൺ സെൽസ് വിൽ സ്റ്റാർട്ട് റിയാക്ടിങ്, മാസ്റ്റ് സെൽസ് they will burst, histamine will be released. Histamine release ആയാൽ ഫസ്റ്റ് തിങ് എവിടെയാണോ, ഞാനിപ്പോൾ ജസ്റ്റ് കയ്യിൽ ഒരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്, കയ്യിലൊരു ഇൻഫെക്ഷൻ ഉണ്ടെന്ന് വെച്ചോ, അവിടെ എവിടെയാണോ ഇൻഫെക്ഷൻ ഉള്ളത് അവിടെ വേസോ ഡൈലറ്റേഷൻ നടക്കും. അപ്പം അതിൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഓക്കെ, ബോഡി ഇത് ആക്ച്വലി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. വേസോ ഡൈലറ്റേഷൻ ഉണ്ടാകുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെയുള്ള ബ്ലഡ് വെസൽസ് ഓക്കെ കുറച്ചും കൂടെ ഡൈലേറ്റഡ് ആവും. ഓക്കെ, സോ ഇവിടെയുള്ള ഈ ഇൻഫെക്ഷൻ ഉള്ള ഭാഗത്തെ ബ്ലഡ് വെസൽസ് കുറച്ചും കൂടെ ഡൈലേറ്റഡ് ആവും. ഡൈലേറ്റഡ് ആയാൽ അവിടെ കുറച്ചും കൂടെ ബ്ലഡിന് വരാം. ബ്ലഡിൽ എന്തുണ്ട്? WBCs ഉണ്ട്. ഓക്കെ, സോ WBCs എന്താണ്? ദേ ആർ WBCസിൽ എന്തുണ്ട്? വി ഹാവ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ്. അതിൽ ദർ ആർ ലിംഫോസൈറ്റ്സ്, റൈറ്റ്? സോ ദർ ആർ അറ്റാക്കേഴ്സ്, നമ്മുടെ ഇമ്മ്യൂൺ സെൽസ്, they attack the foreign body. So whenever there is vasodilatation happening, അവിടെ കൂടുതൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ ബ്ലഡിനകത്ത് എന്തുണ്ട്? നമ്മുടെ ഇമ്മ്യൂൺ സെൽസ്, നമ്മുടെ ബോഡിയിലെ ഫൈറ്റേഴ്സ് ഉണ്ട്. അപ്പം നമ്മുടെ ബോഡിയുടെ ഐഡിയ എന്താണ്? ഓക്കെ, ഞാൻ കുറച്ചും കൂടെ ഫൈറ്റേഴ്സിനെ ആ ഒരു ഇൻഫെക്റ്റഡ് ഏരിയയിലേക്ക് വിടുകയാണ്, സോ ദാറ്റ് ദിസ് ഇൻഫെക്ഷൻ ക്യാൻ ബി എറേസ്ഡ്. എന്തെങ്കിലും ഒരു ആൻറ്റിജനോ ഓക്കെ എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി ഉണ്ടെങ്കിൽ അതിനെയും കൊന്നുകളയാം. അതാണ് നമ്മുടെ ബോഡിയുടെ വിചാരം vasodilatation ഉണ്ടാവുന്ന സമയത്ത്. ഓക്കെ, more blood can flow, more WBCs can flow there and it can kill the infection. Understood? Okay, normally I'm saying pinne same thing, that is one thing. Okay, vasodilatation occurs. Second, there is increased vascular permeability. Okay, idokke oru normal sambhavana ennu vechal normally oralku oru infection edengilum bhagathu vannal what happens enna njan parayunnathu. So there is second thing, there is increased vascular permeability. Same thing, edengilum oru body part la okay there is an infection. Okay, appo avade aa infection ulla sthalathu ഇപ്പോൾ കയ്യിൽ ഇവിടെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്ന് വെച്ചോളൂ, അവിടെ വാസ്കുലർ പെർമിബിലിറ്റി, അവിടുത്തെ ബ്ലഡ് വെസൽസിൻ്റെ പെർമിബിലിറ്റി കൂടും. കാരണം ഇങ്ങനെ കൂടിയാൽ നമ്മുടെ ബ്ലഡിലുള്ള പ്ലാസ്മ സെൽസ് ക്യാൻ ലീക്ക് ഔട്ട്. ഓക്കെ, ക്യാൻ മൂവ് ഇൻ ടു ദ ഇൻറ്റർസ്റ്റിഷ്യൽ ടിഷ്യൂ, പുറത്തേക്കുള്ള ടിഷ്യൂലേക്ക് വരാം. ഓക്കെ, പ്ലാസ്മ സെൽസിനകത്ത് എന്തുണ്ട്? ദേ ഹാവ് ഇമ്യൂണോഗ്ലോബുലിൻസ്, ഫൈറ്റേഴ്സ് ആണ്. എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാൻ റെഡി ആയി നിൽക്കുകയാണ് നമ്മുടെ ഫൈറ്റേഴ്സ്, നമ്മുടെ ഇമ്മ്യൂൺ സെൽസ്. അപ്പോൾ ടിഷ്യൂസിലൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ ബ്ലഡിലുള്ള ഇമ്മ്യൂൺ സെൽസിന് ദേ ക്യാൻ ലീക്ക് ഇൻ ടു ദ ഔട്ട്സൈഡ് ടിഷ്യൂ ആൻഡ് കിൽ ദി ഇൻഫെക്ഷൻ. അണ്ടർസ്റ്റുഡ്? പക്ഷേ ഈ പ്ലാസ്മ ലീക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ഇവിടെ കുറച്ച് എഡീമ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, എഡീമ ഉണ്ടാവും. ഓക്കെ, നൗ അനദർ തിങ്, see whenever there is an infection, let's say ഒരാൾക്ക് ലങ്സിൽ ഒരു ഫോറിൻ ബോഡി ചെന്നു. ഓക്കെ, ഇറ്റ് കുഡ് ബി ആൻ ഇൻഫെക്ഷൻ.
അല്ലെങ്കിൽ ഒരു പോളൻ ഗ്രെയിൻസ്, ഡസ്റ്റ്, വാട്ട് എവർ. ആ സമയത്ത് നമ്മുടെ ബോഡി ഇമ്മ്യൂൺ സെൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ്. ഇവിടെയും സെയിം തിങ്, മാസ് സെൽസ് ദേ വിൽ റിയാക്ട്, ദേ വിൽ ബേസ്റ്റ്, ഹിസ്റ്റമിൻ റിലീസ് ഉണ്ടാവും. അങ്ങനെയുള്ളപ്പോൾ ദർ ഇസ് ഗോയിങ് ടു ബി ബ്രോങ്കോ കൺസ്ട്രക്ഷൻ. ഹിസ്റ്റമിൻ റിലീസ് ഉണ്ടാവുമ്പോൾ, ഞാനിപ്പോൾ ലങ്സിൻ്റെ കാര്യമാണ് പറയുന്നത്, ബ്രോങ്കോ കൺസ്ട്രക്ഷൻ. അപ്പം ബോഡി ബ്രോങ്കോ കൺസ്ട്രക്ഷൻ എന്തിനാണ് ചെയ്യണമെന്നറിയോ? ഇൻ കേസ് ആ ബ്രോങ്കസിൻ്റെ ഏരിയയിലൊക്കെ വല്ല ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ വി ക്യാൻ കഫ് ഇറ്റ് ഔട്ട്. ബ്രോങ്കോ കൺസ്ട്രക്ഷൻ സമയത്ത് നമ്മൾ ചുമക്കില്ലേ, സോ ദ ഇൻഫെക്ഷൻ ക്യാൻ കം ഔട്ട് ഓർ ദ ഡസ്റ്റ് പാർട്ടിക്കിൾ ക്യാൻ കം ഔട്ട്. അതാണ് ബോഡിയുടെ വിചാരം. ഓക്കെ, ഇതൊക്കെ നോർമൽ സിനേറിയോ ആണ്. ആക്ച്വലി ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി എങ്ങനെ അതിനെ ഫൈറ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. ചില ആൾക്കാരിൽ പ്രോപ്പറായിട്ട് ഇൻഫെക്ഷൻ ഇല്ലെങ്കിലും ഇതേപോലെ ചെറിയ ഡസ്റ്റ്, ചെറിയൊരു പീനട്ട് കഴിച്ചാലും ഇവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഹൈപ്പർ ആക്റ്റീവ് ആവും. ഓക്കെ, അപ്പോൾ നോർമലായിട്ട് നമ്മുടെ ബോഡി ഫൈറ്റ് ചെയ്യേണ്ട, ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യേണ്ട സ്ഥാനത്ത് ഓക്കെ ഒരു നോർമൽ പേഴ്സണ് ദേ സ്റ്റാർട്ട് ടു ഗെറ്റ്, ഇപ്പോൾ ചെറിയൊരു പൊടി അടിച്ചാലും ദേ സ്റ്റാർട്ട് ടു ഗെറ്റ് വാട്ട്, വേസോ ഡയലറ്റേഷൻ്റെ സമയത്ത് എന്തുണ്ടാവും, എവിടെയാണോ വേസോ ഡയലറ്റേഷൻ ഉണ്ടാവും അവിടെ ആ സ്കിൻ കുറച്ചും കൂടെ റെഡ് ആവും. ഓക്കെ, വാംത്ത് ഉണ്ടാവും. ഓക്കെ, സോ these are the side effects that you see in case of allergic reactions. See, now let's come back to the peanut story. Okay, Ramu eats peanuts. നമുക്ക് എല്ലാവർക്കും പീനട്സ് അലർജി ഉണ്ടോ? ഇല്ല. ചില ആൾക്കാരിൽ some people are allergic to certain things. Okay, so when he eats peanuts, okay, this first time ആണെങ്കിൽ, the first time he eats, ഞാൻ പറഞ്ഞു IgE, ഇവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ IgE, ദാറ്റ് ഇസ് ദീസ് ആൻറ്റിബോഡീസ് ആർ ഫോംഡ് ഇൻ ഹിസ് ബോഡി. ഈ IgE ആൻറ്റിബോഡീസ് മാസ് സെൽസ്, അയാളുടെ ബോഡിയിലെ മാസ് സെൽസ് ചെന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും. മാസ് സെൽസ് എവിടേക്കാണെന്ന് അറിയോ? മാസ് സെൽസ് നമ്മുടെ സ്കിന്നിലുണ്ട്, ലങ്സിലുണ്ട്, ഗട്ടിലുണ്ട്, ഓക്കെ, പല ഏരിയാസിലുണ്ട്. ബേസിക്കലി മാസ് സെൽസ് നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് ആണ്. അപ്പോൾ ഈ ആൻറ്റിബോഡീസ് ചെന്ന് പറ്റിപ്പിടിച്ചിരിക്കും. നെക്സ്റ്റ് ടൈം രാമു ഈറ്റ്സ് പീനട്ട്സ്, ഓക്കെ, അത് അയാളുടെ ബോഡി സെൻസ് ചെയ്യുന്ന പീനട്ട് എന്തോ ഒരു ഫോറിൻ ബോഡിയാണ്, ഓക്കെ, നമ്മുടെ ബോഡീനെ ഹാം ചെയ്യുന്നൊരു സാധനം എന്നാണ് അയാളുടെ ബോഡി ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഈ പീനട്ട്സ് കഴിക്കുമ്പം ഈ പീനട്ട്സിൻ്റെ അലർജൻസ് അല്ലെങ്കിൽ ആൻറ്റിജൻസ്, ഓക്കെ, അതിൻ്റെ പാർട്ടിക്കിൾസ് ചെന്നിട്ട് ഈ ആൻറ്റിബോഡി ഈ മാസ് സെൽസുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ആൻറ്റിബോഡീസിൻ്റെ അടുത്ത് നിന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യും. ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോൾ മാസ് സെൽസ് എന്ത് ചെയ്യും? ഓക്കെ, എൻ്റെ ഓപ്പണൻറ്റ് വന്ന് അതിൻ്റെ മണ്ട ഇരിക്കുന്നുണ്ട്, ലെറ്റ് മീ ജസ്റ്റ് ബേസ്റ്റ് ആൻഡ് കിൽ ഇറ്റ് എന്ന് വിചാരിക്കും. സോ മാസ് സെൽസ് ബേസ്റ്റ് ചെയ്യും. മാസ് സെൽസ് ബേസ്റ്റ് ചെയ്യുമ്പം ഹിസ്റ്റമിൻ റിലീസ് ഉണ്ടാവും. ഹിസ്റ്റമിൻ റിലീസ് ഉള്ളപ്പം രാമുന് എന്തൊക്കെ പറ്റുമോ? സി, vasodilation, okay, he will have redness, warmth on the skin, he might have increased vascular permeability, so ഇയാൾക്ക് ചിലപ്പം edema ഉണ്ടാവാം, he might have smooth muscle contraction, so he can have bronchoconstriction, ശ്വാസമുട്ടൽ ഉണ്ടാവാം. അണ്ടർസ്റ്റുഡ്? സോ നമ്മുടെ ബോഡി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസം by mistake, okay, is actually causing problem to the body. Understood? So basically, see, all you have to know is, അവർ ചോദിക്കുന്ന ഇതാണ്, എക്സാമ്പിൾസ് ആണ് അവർ മോസ്റ്റ്ലി ചോദിക്കുന്നത്. ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ്റെ എക്സാമ്പിൾ എന്താണോ? അറ്റോപ്പി അല്ലെങ്കിൽ എനി സോർട്ട് ഓഫ് അലർജി. ഇപ്പം യു ക്യാൻ സേ ഫുഡ് അലർജി ആവാം, പീനട്ട്സ് ആവാം, പോളൻസ് ആവാം, ഗ്രെയിൻസ് ആവാം. അണ്ടർസ്റ്റുഡ്? സോ സി, അനാഫിലാക്സിസ്. അനാഫിലാക്സിസ് എന്ന് പറഞ്ഞ ഒരു സിവിയർ ഫോം ഓഫ് അലർജിനെയാണ് നമ്മൾ അനാഫിലാക്സിസ് എന്ന് പറയാം. പിന്നെ ആസ്മ. ആസ്മ ഇസ് ഓൾസോ ടൈപ്പ് 1 HS. ഓക്കെ, അലർജിക് റൈനൈറ്റിസ്, ഫുഡ് അലർജി. സോ ബേസിക്കലി നിങ്ങൾ ടൈപ്പ് 1, okay, which is the first alphabet A. അപ്പം A വെച്ച് തുടങ്ങുന്ന മോസ്റ്റ്ലി എല്ലാ കാര്യങ്ങളും ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ്. അങ്ങനെ ഓർത്തിരിക്കാമല്ലോ. അനാഫിലാക്സിസ്, ആസ്മ, അലർജിക് റിയാക്ഷൻ, ഫുഡ് അലർജീസ്. ഓക്കെ, ഫൈൻ. സോ ദാറ്റ്സ് അബൌട്ട് യുവർ ടൈപ്പ് 1 hypersensitivity reaction. Now, see guys, we are moving to type 2 hypersensitivity reaction. Simple. Just take a break for 30 seconds after you learn about type 1. Now we'll move to type 2 hypersensitivity reaction. So this is antibody mediated reaction. I'll tell you what that means. Okay. Here what happens, no? നമ്മുടെ ബോഡിയിൽ നോർമലായിട്ട് ഉണ്ടാവുന്ന IgG ആൻറ്റിബോഡി, IgM ആൻറ്റിബോഡി, ഓക്കെ, ഈ ആൻറ്റിബോഡീസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ വല്ല ഇൻഫെക്ഷൻ വന്നാൽ അതിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം തന്നതാണ്. ഓക്കെ, ബട്ട് ചില ആൾക്കാരിൽ ഇമ്മ്യൂൺ സിസ്റ്റം ബിക്കംസ് ഹൈപ്പർ ആക്റ്റീവ്, ആൻഡ് അവർക്ക് സ്വന്തം ഏതാ പുറത്തുനിന്നുള്ളത് ഏതാന്ന് വേർതിരിച്ചറിയാൻ പറ്റത്തില്ല. സോ വാട്ട് ദേ ഡു, ഇങ്ങനത്തുള്ള ആൾക്കാരിൽ ഇവരുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡീസിലെ ദേ വിൽ സ്റ്റാർട്ട് അറ്റാക്കിംഗ് ഓൺ സെൽസ്. അവരുടെ ബോഡിയിലെ ഓൺ RBCs, ഓൺ റിസെപ്റ്റേഴ്സ്, റൈറ്റ്, ഓൺ സെൽസിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും.
Okay, very simple. Look here. But type 2 antibody mediated, it means IgG or IgM antibodies produced in one's body. I'll give you one example, okay? Again, let's take Ramu only. Okay, Ramu, our poor boy. Ramula indavunna RBC. I'm drawing RBC here. Okay. Let's say Ramu has type 2 hypersensitivity reaction. So, Ramu's body already എന്തുണ്ട് നോർമലായിട്ട് നമുക്ക് എല്ലാവർക്കും IgG, IgM antibodies ഉണ്ട് അല്ലേ to fight infections. Okay? അപ്പോൾ ഈ antibodies ഉണ്ടല്ലോ they get confused. Okay? They go and attack own cells. അപ്പോൾ ഈ RBCയിലുള്ള ആൻറ്റിജനുമായിട്ട് ചെന്നിട്ട് they go and get attached. Okay, I'm just giving one example. RBC in example tannadana, other cells also they go and attack. And depending on what these antibodies attack, we have different diseases. Okay. Appo see, antibody vannu RBC il ingane patti pidichirikkana. Okay, so antibody inde main aim endana eniki RBC ne kollanam. RBC സ്വന്തം ബോഡിയിലുള്ളതാണ് ഈ ആന്റിബോഡീസ് വിചാരിക്കുന്നില്ല. It's thinking that it is a foreign body. So see, ഇങ്ങനൊരു appearance നമ്മുടെ ബോഡിയിൽ കാണുമ്പം you know what, our bodies T cells, നമ്മുടെ ബോഡിയിലെ T cells അത് ഫൈറ്റേഴ്സ് ആണ്. എന്തെങ്കിലും അബ്നോർമാലിറ്റി നമ്മുടെ ബോഡിയിൽ കണ്ടാൽ അതിനെ കൊന്നുകളയും. T cells, okay, T lymphocytes. ഈ T cells ദാ ഇങ്ങനൊരു സ്ട്രക്ചറിനെ കണ്ടാൽ it will think it is a foreign body. Okay, and the T cells will come and kill this. Understood? Okay, so Ramunde RBCs are getting destroyed, his own RBCs are getting destroyed. It's not good, right? I'm talking about hemolytic anemia. Similarly, we have good pasture syndrome, RH incompatibility. It diseases occur when it happens when the body's own antibodies attack the body's antibodies, the person's antibodies attack its own cells. സ്വന്തം സെൽസിനെ അറ്റാക്ക് ചെയ്യുന്നു ഈ കണ്ടീഷനിൽ. അതാണ് ടൈപ്പ് 2 hypersensitivity reactions. Understood? So it's very important that you know the example of type 2. ഇത് അവർ ചോദിക്കും. Mostly they'll ask you examples only from type 1, type 2, type 3, type 4. I want you to understand. Okay, അതുകൊണ്ടാണ് I'm explaining in detail. Okay, so hemolytic anemia, good pasture syndrome, RH incompatibility, these are the major diseases they ask you in questions. These are type 2 hypersensitivity reactions. Easy, no? Okay. Now, the next one, type 3 hypersensitivity reaction. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, it is immune complex mediated. What is it? Immune complex mediated. So in the question they'll give this word, okay, immune complex is formed. Very important. This njan type 3 padipichu kanjittu I'll tell you the difference between type 2 and type 3. Okay, because both are somewhat similar, right, but there is a slight difference. So I'll talk about type 3. Type 3 lim same thing, നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന IgG, IgM antibodies, okay, they get attached to the antigen. So mostly see, if I take streptococcal glomerulonephritis, post-streptococcal glomerulonephritis, ഇവിടെ streptococcal, and I'm just giving you an example, okay, streptococcal antigen is here, okay, and the antibodies, they come and get attached to the antigen, okay, and this complex that they form, listen carefully, here also same thing, once infection occurs in the body, I'm taking example of post-streptococcal glomerulonephritis. Streptococcal infection ശേഷം ഉണ്ടാവുന്ന ഒരു അസുഖമാണ് ഇത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ബോഡിയിൽ ഉണ്ടാവുന്ന ആൻറ്റിബോഡീസ് they go and get attached to the streptococcal antigen. Okay, അപ്പോൾ അങ്ങനെ see, when this happens, an antigen antibody complex is formed. അതിനെയാണ് നമ്മൾ ഇമ്മ്യൂൺ കോംപ്ലെക്സ് എന്ന് പറയാം. Okay, in type 3 an immune complex is formed. Okay, so immune complex ഉണ്ടാവുമ്പം say it starts in the blood, it circulates in the blood, this immune complex, and then it get deposited in the joints. Your immune complex it get deposited in the blood vessels, it can get deposited in the joints, kidneys, lungs. So when
it gets deposited in certain tissues. Okay, that's very abnormal and that can cause further problems. Okay, so remember, immune complex is formed here. Okay, now you will tell me, see, type 2-ലും ഞാൻ ഏകദേശം ഇതാണ് പറഞ്ഞത്, ആൻറ്റിജൻ ആൻഡ് ആൻറ്റിബോഡി. പക്ഷേ ഇവിടെ ആൻറ്റിജൻ എന്ന് പറഞ്ഞ ടൈപ്പ് 2-നകത്ത് ആൻറ്റിജൻ വാസ് വാട്ട്, പുറത്തുനിന്ന് വരുന്ന ഒരു ആൻറ്റിജൻ അല്ല, നമ്മുടെ ഓൺ സെൽസ്. ഫോർ എക്സാമ്പിൾ RBCയിലെ ആൻറ്റിജനെയാണ് ആൻറ്റിബോഡീസ് എന്ന് അറ്റാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റിക്ക് ചെയ്യുന്നത്, ആൻഡ് ഓൺ സെൽസ് ആർ ഡിസ്ട്രോയിഡ്. വെറാസ് ടൈപ്പ് 3-നകത്ത് ദർ കുഡ് ബി ആൻറ്റിജൻസ് ഫ്രം എൻ എക്സ്റ്റേണൽ സോഴ്സ്, പുറത്തുനിന്നൊരു ഇൻഫെക്ഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ആൻറ്റിജൻസുമായിട്ടും ആൻറ്റിബോഡി കമ്പൈൻ ചെയ്ത് ഒരു ഇമ്മ്യൂൺ കോംപ്ലെക്സ് ഫോം ചെയ്യാം. സോ നമ്മൾ ഇമ്മ്യൂൺ കോംപ്ലെക്സ്, ഇപ്പം നിങ്ങളിവിടെ ചോദിക്കും, സി ടൈപ്പ് 2-ലും ഒരു ആൻറ്റിജനും ആൻറ്റിബോഡിയും സയൻറ്റിഫിക്കലി സ്പീക്കിംഗ് ഒരു ദേ ഫോം എ സബ്സ്റ്റൻസ്, ആൻറ്റിജൻ ആൻറ്റിബോഡിയും സ്റ്റിക്ക് ഓൺ ആവുന്നുണ്ട്, അപ്പം മിസ്സേ അതൊരു ഇമ്മ്യൂൺ കോംപ്ലെക്സ് അല്ലേ? സി ടൈപ്പ് 2-ൽ നമ്മൾ ഇമ്മ്യൂൺ കോംപ്ലെക്സ് ഫോം ചെയ്യുന്നു എന്ന് പറയില്ല. കാരണം നമുക്കൊരു ഇമ്മ്യൂൺ കോംപ്ലെക്സ് ഫോം ചെയ്തു എന്ന് പറയണമെങ്കിൽ ഓക്കെ, it should be first circulating in the blood, right? Then it should get deposited. അങ്ങനെ ഒരു കോംപ്ലെക്സിനെയാണ് നമ്മൾ ഇമ്മ്യൂൺ കോംപ്ലെക്സ് എന്ന് പറയാം, ആൻറ്റിജൻ ആൻറ്റിബോഡി. ഓക്കെ, രണ്ടുപേരും ഒന്നിച്ചു, ആൻഡ് ദെൻ it should circulate in the blood, then get deposited in the tissues. ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ഇമ്മ്യൂൺ കോംപ്ലെക്സ് എന്ന് പറയാം. സോ തേർഡ് ടൈപ്പ് 3-നകത്ത് ഇറ്റ്സ് ഹാപ്പനിങ്. ഓക്കെ, ആൻറ്റിജൻ ആൻറ്റിബോഡി ബോണ്ട് ആവുന്നുണ്ട്, ദേ ആർ ഗെറ്റിംഗ് സർക്കുലേറ്റഡ് ഇൻ ദ ബ്ലഡ്, ദേ ഗെറ്റ് ഡെപ്പോസിറ്റഡ് ഇൻ ടിഷ്യൂസ്. Okay, but type 2-നകത്ത് what happens is, okay, let us say RBC എക്സാമ്പിളിന് എടുക്കാം. RBCയിലുള്ള ആൻറ്റിജൻ, ഓക്കെ, ഒരു പേഷ്യൻറ്റിൻ്റെ RBCയിലുള്ള ഒരു ആൻറ്റിജനെ ഓൺ ആൻറ്റിബോഡീസ് ചെന്ന് അറ്റാക്ക് ചെന്നിരിക്കുകയാണ്. ആ ആൻറ്റിജൻ ആൻറ്റിജൻ്റെ മണ്ടയിൽ ബോഡിയിൽ ഉണ്ടാവുന്ന ആൻറ്റിബോഡീസ് ചെന്ന് ഇരിക്കുകയാണ്. ഓക്കെ, ആൻഡ് വാട്ട് ഹാപ്പൻസ് ഹിയർ? ടൈപ്പ് 2-നകത്ത് ഞാൻ പറഞ്ഞു, when something like this is formed, okay, നമ്മുടെ T cells will sense, അരെ something is formed there, അതൊരു ഫോറിൻ ബോഡി ആണെന്ന് തോന്നുന്നു, let me go and kill it. അപ്പോൾ T cells വന്നിട്ട് ഇതിനെ അങ്ങ് കൊന്നുകളയും. ഓക്കെ, സോ എവിടെയാണോ, സോ RBCs ഇപ്പോൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെയാണ് അതിനെ കില്ല് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു കോംപ്ലെക്സ് ഇയാളുടെ ബോഡിയിൽ ഇങ്ങനെ മൂവ് ചെയ്ത് ഡെപ്പോസിറ്റ് വല്ലതും ചെയ്യുന്നുണ്ടോ? ഇല്ല. വേർ ഇറ്റ് ഇസ് അവിടെ തന്നെ ചെന്നിട്ട് നമ്മുടെ T cells ഷൂട്ട് ചെയ്യാണ്. പക്ഷേ ഈ ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിൽ ആൻറ്റിജൻ ആൻറ്റിബോഡി ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ദേ വിൽ ഗോ ഫോർ എ ടൂർ, റൈറ്റ്? ദേ വിൽ സർക്കുലേറ്റ് ഇൻ ദ ബ്ലഡ്, ദെൻ ദേ ഗെറ്റ് ഡെപ്പോസിറ്റഡ്. അപ്പം നമ്മൾ സയൻറ്റിഫിക്കലി അങ്ങനെ ഒരു കോംപ്ലെക്സിനെയാണ് ഇമ്മ്യൂൺ കോംപ്ലെക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പം ടൈപ്പ് 3 ഇസ് ഇമ്മ്യൂൺ കോംപ്ലെക്സ് മീഡിയേറ്റഡ് എന്ന് പറയും. ഓക്കെ, ടൈപ്പ് 2 ഇസ്, ഓക്കെ, if they ask you what is the mechanism of type 2, you will say it is because of cytotoxic T cells. Cytotoxic T cells എന്ന് പറഞ്ഞാൽ നമ്മുടെ T cells ആണ് ഈ ഒരു കോംപ്ലെക്സിനെ വന്ന് കൊല്ലുന്നത്. ഓക്കെ, സൈറ്റോടോക്സിക് എന്ന് പറഞ്ഞാൽ, സൈറ്റോ എന്ന് പറഞ്ഞാൽ സെൽ, ടോക്സിക് എന്ന് പറഞ്ഞാൽ കൊല്ലുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ T cells, ഞാനിവിടെ RBCയുടെ എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്, ഈ RBC സെല്ലിനെ ഒന്നങ്ങ് കൊല്ലുകയാണ്. അപ്പോൾ അതിനെ, സോ ഈ ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ വി സേ ഇറ്റ് ഇസ് സൈറ്റോടോക്സിക് T cells മീഡിയേറ്റഡ്. T cells ആണ് ടൈപ്പ് 2-ൽ ആക്ഷൻ എല്ലാം ചെയ്യുന്നത്. ടൈപ്പ് 3-ൽ ഇമ്മ്യൂൺ കോംപ്ലെക്സ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് ദ പേഷ്യൻറ്റ് ഗെറ്റ്സ് റിയാക്ഷൻസ്. ദിസ് മച്ച് യു ഷുഡ് നോ. ദാറ്റ് ഇസ് എനഫ്. ഓക്കെ, ദാറ്റ് ഇസ് എനഫ്. ഓക്കെ, നൗ ടൈപ്പ് 4. See, type 4 means, first word you should say is, this is a kind of delayed hypersensitivity reaction. That's very important. It is a kind of delayed hypersensitivity reaction. Delayed എന്ന് പറഞ്ഞാൽ ബാക്കി 3 പെട്ടെന്നായിരുന്നു റിയാക്ഷൻസ് വരുന്നത്. ഒരാൾക്ക് ഒരു അലർജി വരിക അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വരിക, പെട്ടെന്ന് ബോഡി റിയാക്ട് ചെയ്യും. ഓക്കെ, പക്ഷേ ടൈപ്പ് 4-ൽ ഓക്കെ there are some reactions which will take time. So delayed, like 48 to 72 hours കഴിഞ്ഞിട്ടായിരിക്കും ബോഡി റിയാക്ട് ചെയ്യുന്നത്. ബോഡി ആ ഫോറിൻ മെറ്റീരിയലിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ടൈപ്പ് 4HS എന്ന് പറയാം. ഇവിടെ മെക്കാനിസം, ഇവിടെ ആൻറ്റിബോഡീസ് ഒന്നുമല്ല, ദേ നോട്ട് പ്ലേയിങ് എ റോൾ ഇൻ ഇറ്റ്. ഡയറക്ട്ലി നമ്മുടെ T cells ആണ് ഈ ഫോറിൻ മെറ്റീരിയലിനെ, അത് ആൻറ്റിജൻസ് ആവാം, ഓക്കെ, കുഡ് ബി എനിത്തിങ്, ആ ഫോറിൻ ബോഡീനെ ഡയറക്റ്റായിട്ട് T cells ആണ് കൊല്ലുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇസ് T cell mediated. വാട്ട് ഇസ് ഇറ്റ്? T cell mediated. ആൻറ്റിബോഡീസ് ഇവിടെ ഇൻവോൾവ് ആണോ?
Allah. In type 4Hs, antibodies are not involved. It is T cell mediated. Very important. Upon type 4 nathu rendu vaakukal valare important aanu. Delayed aanu. Oru delayed kind of reaction aanu. Okay, oralku oru infection vannal oru antigen ayalde body chennal chela antigens okke keri kayinal nammade body samayam eduthittu adine edire react cheyarullo. Okay, so one such example, let us say TB skin test. Type 4 hypersensitivity reaction example aanu. Just learn these 3 examples, okay, for type 4 TB skin test, contact dermatitis, graft versus host disease. Idakke these all are examples of type 4 hypersensitivity reactions. Okay, so now see, type 1, the examples are allergy. Mostly all forms of allergy come under type 1. Type 2, it is cytotoxic. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു T cells വന്നിട്ട് that antigen antibody substance നെ അങ്ങ് കൊന്നുകളയാണ്. Antigen antibody substance നെ അങ്ങ് കൊന്നുകളയാണ്. അപ്പം it is cytotoxic T cell mediated. That is type 2. Okay. Type 3 എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂൺ കോംപ്ലെക്സ് ഇസ് ഫോംഡ്. അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഓക്കെ, ഇതൊക്കെ ക്യാച്ച് വേർഡ്സ് ആണ്. ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ആ ഒരു വലിയ പാരഗ്രാഫ് വന്നിട്ട് ഈ വാക്കുകൾ ഉണ്ടാവും. സോ ദാറ്റ്സ് ഹൗ യു വിൽ ഐഡന്റിഫൈ വിച്ച് ടൈപ്പ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ദേ ആർ ടോക്കിംഗ് അബൌട്ട്. സോ ടൈപ്പ് 4 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിലേഡ്. ഇറ്റ് ഈസ് delayed. And here also T cells are playing a role. Directly T cells ചെന്നിട്ട് ഈ ഫോറിൻ മെറ്റീരിയലിനെ അങ്ങ് അറ്റാക്ക് ചെയ്യും. ഓക്കെ, നമ്മുടെ ബോഡിയിൽ. സോ ദാറ്റ് ഈസ് ടൈപ്പ് 4. Now we'll do one question. Oh, answer is here. 23-year-old women develops wheezing, hypotension, urticaria within minutes of eating peanuts. Food allergy. Food allergy. What kind of hypersensitivity reaction is this? Food allergy, or allergy itself is type 1. Type 1. Okay. So I think let's call it a day. And yes guys, please give me feedback. And രണ്ട് കുട്ടികൾ എന്നോട് ഒരാൾ പെരിറ്റോണിയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ്, പിന്നെ മൈക്കോബാക്ടീരിയം ടി ബി അല്ലേ. I'll post it soon. Okay, fine. And yeah, so eat well guys, and stay blessed. Please give me the feedback if you like my class, or if you want any changes in the way but this is basically how I teach here. So please do give me the feedback, and yeah, bless you all, love you all, bye.